ഫ്രണ്ട്സ്, വെൽക്കം ടു PSC വേദിക് മന്ത്ര. ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 2025 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് ബൈ പാർട്ടായിട്ട് മുഴുവൻ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാം. ഒന്നാമത്തെ ചോദ്യം, 2025 പുതുവർഷം ആദ്യം എത്തുന്നത് എവിടെയാണ്? കിരിബാത്തി ദ്വീപ് രാഷ്ട്രത്തിലെ ക്രിസ്മസ് ഐലൻഡിലാണ് 2025 പുതുവർഷം ആദ്യമായി എത്തുന്നത്. കിരിബാത്തി ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ് കിരിബാത്തി ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 കിരിബാത്തി ദ്വീപ് പുതുവർഷത്തെ വരവേൽക്കുന്നത്. ഇന്ത്യയേക്കാൾ 8.5 മണിക്കൂർ മുമ്പാണ് പുതുവർഷം കിരിബാത്തി ദ്വീപിലെത്തുന്നത്. രണ്ടാമത് പുതുവർഷത്തെ വരവേൽക്കുന്നത് ന്യൂസിലൻഡ് ആണ്. പുതുവർഷത്തെ വരവേൽക്കുന്നത്. ഏറ്റവും അവസാനം പുതുവർഷം എത്തുന്നത് എവിടെയാണ്? ബേക്കർ ഐലൻഡ് ആണ്. ബേക്കർ ഐലൻഡ് അമേരിക്കയിലാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ പാറയെയും തിരുവള്ളൂർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്ലാസ് പാലമാണ് നിലവിൽ വരുന്നത്. വാസ്തുവിദ്യാ വിസ്മയം എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയിലെ കണ്ണാടി പാലമാണ്. ISROയുടെ 100ാമത് വിക്ഷേപണ ദൗത്യം ഏതാണ്? ISROയുടെ 100ാമത് വിക്ഷേപണ ദൗത്യം GSLV NVS-02 ആണ്. ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ നാവിഗേഷൻ സാറ്റലൈറ്റ്. ലോഞ്ചിങ് സ്റ്റേഷൻ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. അടുത്ത ചോദ്യം, 2025 UN ഇന്റർനാഷണൽ സഹകരണ വർഷത്തിന്റെ സന്ദേശം എന്താണ്? 2025 UN ഇന്റർനാഷണൽ സഹകരണ വർഷത്തിന്റെ സന്ദേശം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. UN രണ്ടാം തവണയാണ് സഹകരണ വർഷം ആചരിക്കുന്നത്. 2024 ജൂൺ 19 2025 സഹകരണ വർഷമായിട്ട് ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്: പരസ്പര സഹകരണത്തിൻ്റെ പ്രാധാന്യം, പിന്തുണ നയങ്ങൾ, നേതൃത്വ വികസനം, സുസ്ഥിര ഭാവി. പരസ്പര സഹകരണത്തിൻ്റെ പ്രാധാന്യം, പിന്തുണ നയങ്ങൾ, നേതൃത്വ വികസനം, സുസ്ഥിര ഭാവി. 2025 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. 2025 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം. 63ാമത് സ്കൂൾ കലോത്സവം. വിജയിച്ചത് തൃശ്ശൂരാണ് കിരീടം നേടിയത്. 2024-25 സന്തോഷ് ട്രോഫി ജേതാക്കൾ വെസ്റ്റ് ബംഗാളാണ്. സന്തോഷ് ട്രോഫി ജേതാക്കൾ 2024-25 സന്തോഷ് ട്രോഫി ലഭിച്ചത് ആർക്കാണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിനാണ്. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീമും ഏതാണ്? വെസ്റ്റ് ബംഗാളാണ്. 33ാം തവണയാണ് പശ്ചിമ ബംഗാൾ കിരീടം നേടുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ 42ാമത്തെ ഫൈനലായിരുന്നു. കേരളവുമായിട്ടാണ് അവസാനം മത്സരിച്ചത്. ഫൈനൽ മത്സരം കേരളവുമായിട്ടായിരുന്നു. ഫൈനൽ വേദി ഹൈദരാബാദ്, തെലങ്കാനയിലെ GMC ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയം. ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം റോബിൻ ഹൻസ്ദയാണ്. വെസ്റ്റ് ബംഗാളിലെ റോബിൻ ഹൻസ്ദയാണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. 12 ഗോളാണ് റോബിൻ ഹൻസ്ദ നേടിയത്. 2024 നവംബർ 15 മുതൽ ഡിസംബർ 31 വരെയാണ് സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടന്നത്. 2024 നവംബർ 15 മുതൽ ഡിസംബർ 31 വരെയാണ്. കേരളവും പശ്ചിമ ബംഗാളും തമ്മിലായിരുന്നു ഫൈനൽ. കേരളവും വെസ്റ്റ് ബംഗാളും തമ്മിലായിരുന്നു. റണ്ണർ അപ്പായത് കേരളമാണ്. കേരളം ഇതുവരെ 7 സന്തോഷ് ട്രോഫികളാണ് നേടിയത്. 7 സന്തോഷ് ട്രോഫി നേടിയിട്ടുണ്ട്. കേരള ടീം ടോപ്പ് സ്കോറർ ആരാണ്? സൽമാൻ നിസാറാണ്. കേരള ടീം ടോപ്പ് സ്കോറർ സൽമാൻ നിസാർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻ്റാണ് സന്തോഷ് ട്രോഫി.
1941 ആരംഭിച്ചത്. സംസ്ഥാന ടീമുകൾ മാത്രമായുള്ള മത്സരമാണ് നടത്തുന്നത്. അടുത്ത ചോദ്യം, 2025 ഹരിവരാസനം പുരസ്കാരം നേടിയതാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 PK വീരമണിദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 24 PK വീരമണിദാസൻ. 23 ശ്രീകുമാരൻ തമ്പി. കേരള സംസ്ഥാനം ഏർപ്പെടുത്തിയ സാംസ്കാരിക പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. കേരള സംസ്ഥാനം ഏർപ്പെടുത്തിയ സാംസ്കാരിക പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഗീത സാംസ്കാരിക മേഖലയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് വിജയിക്ക് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇടം. ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇടം. പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനായി ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരുടെ സാമ്പത്തിക ശാക്തീകരണമാണ് ലക്ഷ്യമിടുന്നത്. ഇടം എന്ന പദ്ധതി ലക്ഷ്യമിടുന്നത് ഭിന്നശേഷിക്കാരുടെ സാമ്പത്തിക ശാക്തീകരണമാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ പുതിയ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരളത്തിൻ്റെ പുതിയ ഗവർണർ. ബീഹാർ ഗവർണറായിരുന്നു. ഗോവ മുൻ മന്ത്രിയായിരുന്നു. ഗോവ മുൻ മന്ത്രിയാണ്. ഗോവ മുൻ നിയമസഭാ സ്പീക്കർ. കേരളം, ബീഹാർ, ഒഡീഷ, മിസോറാം, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണറെയാണ് നിയമിച്ചത്. മിസോറാം ഗവർണറായ ഹരിബാബു കംഫപതി ഇപ്പോൾ ഒഡീഷ ഗവർണറാണ്. മിസോറാം ഗവർണറായ ഹരിബാബു കംഫപതി ഇപ്പോൾ ഒഡീഷ ഗവർണറാണ്. മിസോറാം ഗവർണർ ആരാണ്? ശ്രീ VK സിംഗ് ആണ്. ശ്രീ VK സിംഗ് ആണ് മിസോറാം ഗവർണർ. കേരള മുൻ ഗവർണറായിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രിയാണ്. ബീഹാർ മുഖ്യമന്ത്രിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ബീഹാറിൻ്റെ 42ാമത് മുഖ്യമന്ത്രിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകൃതിക്ഷോഭം, കീടങ്ങൾ, രോഗങ്ങൾ ഇവയുടെ ഫലമായി വിള പരാജയപ്പെട്ടാൽ കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സാമ്പത്തിക സഹായവും നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പ്രകൃതിക്ഷോഭം, കീടങ്ങൾ, രോഗങ്ങൾ ഇവയുടെ ഫലമായി വിള പരാജയപ്പെട്ടാൽ കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സാമ്പത്തിക സഹായവും നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. 2016 ആരംഭിച്ചത്. ഒരു രാജ്യം, ഒരു വിള, ഒരു പ്രീമിയം എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. ഇന്ത്യയിൽ വിമാനങ്ങളിൽ വൈഫൈ സേവനം ആരംഭിച്ച ആദ്യ വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ. ഇന്ത്യയിൽ വിമാനങ്ങളിൽ വൈഫൈ സേവനം ആരംഭിച്ചത് എയർ ഇന്ത്യ ആണ്. 2025 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഇന്ത്യൻ ആരാണ്? ആർ വൈശാലി. 2025 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയത് ആർ വൈശാലിയാണ്. ആർ വൈശാലി വെങ്കല മെഡലാണ് നേടിയത്. വെങ്കല മെഡൽ. ഒരു രാജ്യം, ഒരു സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം എന്താണ്? രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഒരു രാജ്യം, ഒരു സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ KS മണിലാൽ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ ആണ്. കോഴിക്കോട് സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ KS മണിലാൽ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്.
കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തീപ്പൊള്ളൽ, അപകടം എന്നിവയിൽ ത്വക്ക് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത്, സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. ദാതാക്കളുടെ സമ്മതത്തോടെ മാത്രം ശേഖരിക്കുന്നതാണ് സ്കിൻ ശേഖരിക്കുന്ന ദാതാക്കളുടെ സമ്മതത്തോടു കൂടി മാത്രമാണ്. അടുത്ത ചോദ്യം, യൂണിറ്റ് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആരാണ്? ഭുവനേഷ് കുമാർ. യൂണിറ്റ് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആരാണ്? ഭുവനേഷ് കുമാറാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സൂ നിലവിൽ വരുന്നത് തൃശ്ശൂരിലെ ഒല്ലൂർ മണ്ഡലത്തിലെ പുത്തൂരാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് നന്ദൻ കാനൻ സുവോളജിക്കൽ പാർക്ക് ഭുവനേശ്വർ. നന്ദൻ കാനൻ സുവോളജിക്കൽ പാർക്ക് ഭുവനേശ്വറാണ് ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക്. രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കാണ് തൃശ്ശൂരിൽ വരുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിനായി പാർശ്വഫലം കുറഞ്ഞ കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രജൻ കണ്ടെത്തുന്നത് IIT ഗുവാഹത്തി. ബ്രസ്റ്റ് ക്യാൻസറിനായി പാർശ്വഫലം കുറഞ്ഞ കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രജൻ കണ്ടെത്തുന്നത് IIT ഗുവാഹത്തിയാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള നഗരം ബാംഗ്ലൂരാണ്. 2025 ജനുവരി 3 ഇന്ത്യയെ സമീപിക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ 2024 YF7, 2024 YR9 നാസയുടെ റിപ്പോർട്ട് പ്രകാരം പുറത്തുവിട്ടതാണ്. ചഷ്മ 5 ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ചഷ്മ 5 ആണവ നിലയം വരുന്നത് പാകിസ്ഥാനിലാണ്. 1200 മെഗാവാട്ടാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് നിലവിൽ വരുന്നത് ചഷ്മ 5. ചൈനയുടെ സഹകരണത്താലാണ് പദ്ധതി ആരംഭിക്കുന്നത്. US ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ മെഗ് ജോൺസൺ. US ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ മെഗ് ജോൺസൺ. HMP സ്ഥിരീകരിച്ച ആദ്യ രാജ്യം. HMP സ്ഥിരീകരിച്ച ആദ്യ രാജ്യമാണ് ചൈന. ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ആണ് HMP വൈറസ് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ആണ്. ഇതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ മാരക രോഗം വിതരണം ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് ചൈന. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോസ് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക.